ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്നത്തെ വിഷയം രണ്ടാം അധ്യായമായ അപവാദ ദർശനത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ്. ശ്ലോകം: അന്യന്ന കാരണാത് കാര്യം അസതേതദഥോഖിലം അസതഃ കഥമുത്പത്തി അനുത്പന്നസ്യ കോലയ. ഓരോ ശബ്ദവും പ്രത്യേകം പറയാം. അന്യം ന കാരണാത് കാര്യം കഥം ഉത്പത്തി അനുത്പന്നസ്യ ക ലയ. അന്വയിക്കുമ്പോൾ കാരണാത് കാര്യം ന, അർത്ഥം കാരണത്തിൽ നിന്ന് കാര്യം വേറെയല്ല. ഏതത് അഖിലം അസത്ത്, ഇത് മുഴുവനും സത്തയില്ലാത്തതാണ്. അസതഃ ഉൽപ്പത്തി കഥം, അസത്തിൽ നിന്ന് ഉൽപ്പത്തി എങ്ങനെ സംഭവിക്കും? അനുൽപ്പന്നസ്യ ലയ ക, അനുൽപ്പന്നത്തിന് ലയം എങ്ങനെ സംഭവിക്കും? ഇവിടെ ഓരോ വാക്യത്തിലെയും വാക്കുകളുടെ അർത്ഥം ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം പ്രത്യേകം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് കരുതുന്നു. ഈ ശ്ലോകം ഒന്നാമത്തെ അധ്യായത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾക്കുള്ള മറുപടിയാണ്. അതായത് അധ്യാരോപദർശനത്തിലെ 1ആം ശ്ലോകം സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്നും 2ആം ശ്ലോകം മായ കൊണ്ട് സൃഷ്ടിച്ചു എന്നും പറയുന്നു. ഇവിടെ പറയുന്നു, കാരണത്തിൽ നിന്ന് കാര്യം അന്യമല്ല. ഒരു വസ്തുവെ കൊണ്ട് മറ്റൊരു വസ്തു നിർമ്മിക്കപ്പെടുമ്പോൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുവിനെ തന്നെയാണ് കാരണവസ്തുവെന്നും നിർമ്മിക്കപ്പെട്ട വസ്തുവിനെ കാര്യം എന്നും പറയുന്നു. നൂലുകൊണ്ട് വസ്ത്രമുണ്ടാക്കുന്ന അവസ്ഥയിൽ നൂല് കാരണവസ്തുവും വസ്ത്രം കാര്യവുമാണ്. സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കുമ്പോൾ സ്വർണം കാരണവും ആഭരണം കാര്യവുമാണ്. കാരണത്തിൽ നിന്ന് കാര്യം അന്യമല്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഈ ഉദാഹരണങ്ങളിൽ വ്യക്തമാണ്. അതായത് വസ്ത്രം അതുണ്ടാക്കപ്പെട്ട നൂല് തന്നെയാണ്. സ്വർണ്ണാഭരണം അത് ഉണ്ടാക്കപ്പെട്ട സ്വർണം തന്നെയാണ്. അതുപോലെ ഈ പ്രപഞ്ചവും എന്തെങ്കിലും വസ്തുവിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ പ്രപഞ്ചം ആ കാരണവസ്തു തന്നെ ആയിരിക്കും, മറ്റൊന്നും ആകാനിടയില്ല. ഇത് അധ്യാരോപദർശനത്തിലെ 1ആം ശ്ലോകത്തിൽ പറഞ്ഞ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായതാണ് എങ്കിൽ ഇത് സങ്കല്പം മാത്രമായിരിക്കും ഈ ലോകം. അതുപോലെ മായ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ മായ തന്നെ ആയിരിക്കും, മറ്റൊന്നും ആകാനിടയില്ല. സങ്കല്പം മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. മനസ്സിൽ സങ്കല്പം ഉണ്ടാകുമ്പോൾ സ്വപ്നം കാണുന്നത് പോലെ മനസ്സിൽ ഒരു ചിത്രമുണ്ടാകും. ആ സങ്കല്പചിത്രം സ്വപ്നം പോലെ മിഥ്യയുമാണ്. അധ്യാരോപത്തിലെ സങ്കല്പം കൊണ്ട് സ്വപ്നം പോലെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സൃഷ്ടിക്കുള്ള കാരണവസ്തു മിഥ്യയായ സങ്കല്പം തന്നെയാണ് എന്ന് തെളിഞ്ഞു. സങ്കല്പം മിഥ്യയാണെന്ന് തെളിയിക്കാൻ മറ്റൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം സങ്കല്പം ഉണ്ടായത് സങ്കല്പത്തെ ഉണ്ടാക്കിയ മനസ്സ് തന്നെ മിഥ്യയാണ്. മിഥ്യയായ മനസ്സിൽ സത്യമായ സങ്കല്പം ഉണ്ടാവുകയില്ലല്ലോ. ഇനി മനസ്സെങ്ങനെയാണ് മിഥ്യയായത് എന്ന കാര്യം പറയാം. ഒരു വ്യക്തിയിൽ ശങ്കരാചാര്യരോട് ചണ്ടാളൻ പറഞ്ഞ 2 കൂട്ടമാണുള്ളത്. 1 ദേഹം, 2 ദേഹത്തിൽ നിലനിൽക്കുന്ന ചൈതന്യം. ഈ ചൈതന്യത്തെ പൊതുവെ ജീവനെന്ന് പറയും.
ആത്മാവിൽ വിശ്വാസമില്ലാത്തവരും ജീവനെപ്പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെയല്ല, ആത്മാവിന് ഇപ്പുറത്തുള്ള മനസ്സ്, പ്രാണൻ എന്നിവയെ മൊത്തത്തിൽ ഉദ്ദേശിച്ചായിരിക്കും. ഹൃദയത്തിൻ്റെ സ്പന്ദനം, ശരീരത്തിൻ്റെ ചൂട് എന്നീ അടയാളങ്ങൾ കൊണ്ട് ദേഹത്ത് പ്രാണനുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. എന്നാൽ എക്സ്റേ എടുത്താൽ പോലും മനസ്സിനെ കിട്ടുകയില്ല. എന്നാൽ ബോധത്തോടുകൂടി ഉണർന്നിരിക്കുന്ന വ്യക്തിയിൽ മനസ്സ് പ്രവർത്തിക്കുന്ന ഉണ്ട് താനും. എന്താണ് മനസ്സ്? എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ട്, എൻ്റെ മനസ്സ് സന്തോഷമുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സുഖദുഃഖാദി വികാരങ്ങളും സ്മരണകളും ആഗ്രഹങ്ങളും ബാഹ്യമായ വിഷയങ്ങളെപ്പറ്റിയുള്ള ബോധവും ഒക്കെ ചേർന്നതാണ് മനസ്സ്. ഈ വകയൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായാൽ അപ്പോൾ മനസ്സും ഇല്ലാതാകും. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും മാത്രമേ മനസ്സിൻ്റെ പ്രവർത്തനമുള്ളൂ എന്ന് മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പ്രകൃതിയുടെ ഭാഗമാണ് തലച്ചോറ് എന്നതിനാൽ മനസ്സും പ്രകൃതിയുടെ ഭാഗമാണ് എന്നതിൽ സംശയമില്ല. തലച്ചോറിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ മനസ്സ് വികലമാകും. അതുകൊണ്ട് മനസ്സ് എന്നത് ജനനത്തിന് മുമ്പോ മരണത്തിന് ശേഷമോ ഇല്ല. മരിച്ചുപോയ ആത്മാവിന് തൻ്റെ പുത്രമിത്രാദികളെപ്പറ്റി ചിന്ത ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതുപോലെ ഗർഭസ്ഥനായ ശിശു അവിടെ കിടന്ന് വളരെ സങ്കടം അനുഭവിക്കുകയായിരുന്നുവെന്നും തൻ്റെ പൂർവജന്മ കൃത്യങ്ങളെ ഓർത്ത് ഇനി ഞാൻ ഒരു പാപവും ചെയ്യുകയില്ല, ദൈവമേ എന്നെ ഈ കുംഭീഭാഗമാകുന്ന നരകത്തിൽ നിന്ന്, ഗർഭത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നെല്ലാം പറയുന്നതും അസംബന്ധം തന്നെയാണ്. ഗർഭത്തിലുള്ള സ്ഥിതി നരകദുഃഖമാണെങ്കിൽ പ്രസവിച്ചു വരുന്ന ശിശു കരയുകയല്ലല്ലോ, ചിരിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. മനസ്സ് എന്നത് ശരീരത്തിൽ ആത്മചൈതന്യം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തിവിശേഷമാണ്. അത് മേൽപ്പറഞ്ഞ പല ഘടകങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതുമാണ്. സ്വപ്നം ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് മനസ്സിൻ്റെ നിലനിൽപ്പ്. മുൻപ് മഴവില്ലിൻ്റെ ഒരു ഉദാഹരണം പറയുകയുണ്ടായല്ലോ. അതുപോലെയാണ് മനസ്സ് ഉണ്ട്, പക്ഷേ യാതൊരു സത്തയും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഈ ലോകം ജനിച്ചതെങ്കിൽ, അതായത് സങ്കല്പമാണ് ലോകത്തിൻ്റെ കാരണവസ്തു എങ്കിൽ ഈ ലോകവും മിഥ്യയാണ്. ഇനി 1-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകത്തിൽ പറഞ്ഞ സൃഷ്ടിയുടെ കാരണത്തിലേക്ക് കടക്കാം. അവിടെ പറയുന്നത് ഭഗവാൻ തൻ്റെ മായ കൊണ്ട് സർവ്വതും സൃഷ്ടിച്ചു എന്നാണ്. ഇതെല്ലാം ഭഗവാന്റെ മായയാണ് എന്ന് കേൾക്കുമ്പോൾ ഭഗവാന്റെ കൈവശം മായ എന്നൊരു സാധനം ഉണ്ട് എന്നും അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നും തോന്നും. മായ എന്നത് ഒരു വസ്തുവല്ല. മായയ്ക്ക് ഉദാഹരണങ്ങൾ പറയുന്നത് ഇരുട്ടിൽ പിശാചിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ചിപ്പിയിൽ വെള്ളി കാണുന്നത് പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിൽ മരീചിക കാണുന്നത് പോലെ എന്നൊക്കെയാണ്. ഈ കാഴ്ചകളെല്ലാം മനസ്സിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ്. ബ്രഹ്മത്തിൽ പ്രപഞ്ചം കാണുന്നതും ഇതേപോലെ തെറ്റിദ്ധാരണയാണ്. മനസ്സിൻ്റെ ഈ തെറ്റിദ്ധാരണയെയാണ് മായ എന്ന് പറയുന്നത്. അതായത് മായ എന്നത് ഇല്ലാത്തതാണ്. അന്യെന്ന കാരണാൽ കാര്യം,
അതായത് കാരണവസ്തു തന്നെയാണ് കാര്യമായി നിൽക്കുന്നത് എന്ന തത്വമനുസരിച്ച് പ്രപഞ്ചം സങ്കല്പത്തിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ പ്രപഞ്ചം സങ്കല്പം മാത്രമാണ്. പ്രപഞ്ചം മായയാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ പ്രപഞ്ചം വെറും മായയുമാണ്. സങ്കല്പം സത്താരഹിതമാണ്. അത് ഉണ്ടെങ്കിൽ സങ്കല്പിക്കുന്നയാളുടെ ഉള്ളിലിരിക്കുകയല്ലാതെ പുറത്തെങ്ങും പ്രകടമല്ല. അങ്ങനെയുള്ള സങ്കല്പത്തിൽ പ്രപഞ്ചം ഉണ്ടായെങ്കിൽ അത് സങ്കല്പിച്ചയാളുടെ ഉള്ളിൽ മാത്രം ആണ് ഉള്ളത്. അത് പുറത്തെങ്ങുമില്ല. മായ എന്നത് മനസ്സിൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞു. അതും ഇല്ലാത്തതാണ്. അതിനാൽ മായയും സത്താരഹിതമാണ്. അസതക്കഥമുൽപ്പത്തി. അസത്തിൽ നിന്ന്, അതായത് സത്തയില്ലാത്ത യഥാർത്ഥമല്ലാത്ത വസ്തുവിൽ നിന്ന് എങ്ങനെ ഉൽപ്പത്തി ഉണ്ടാകും? ഭഗവത്ഗീതയിൽ പറയുന്നു, നാ സതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സത. അസത ഭാവ ന വിദ്യതേ. അസത്തിൽ നിന്ന്, ഉണ്മയില്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. സതഃ അഭാവ ന വിദ്യതേ. സത്ത ഉള്ളതിന് ഇല്ല എന്ന അവസ്ഥയും ഉണ്ടാകുന്നില്ല. ഈ തത്വം അനുസരിച്ചാണ് അസതക്കഥമുൽപ്പത്തി എന്ന് പറഞ്ഞത്. ഒരു ചോദ്യം കൂടിയുണ്ട്. അനുൽപ്പന്നസ്യ കോലയ. അനുൽപ്പന്നത്തിന്, ഉണ്ടാകാത്ത വസ്തുവിന് അഥവാ ജനിക്കാത്തതിന് ലയഃ. ലയം എന്താണ്? നാശം എങ്ങനെ സംഭവിക്കും? ഉണ്ടാകാത്ത വസ്തു ഇല്ലാതാകുന്നതെങ്ങനെ? ജനിക്കാത്തത് മരിക്കുന്നതെങ്ങനെ? ജഗത്ത് എന്നതിന് ഉണ്ടാകുകയും അവസാനം നശിക്കുകയും ചെയ്യുന്ന വസ്തു എന്ന ഒരർത്ഥം മുൻപ് പറഞ്ഞതാണല്ലോ. ഇവിടെ പറയുന്നു, ഈ ജഗത്ത് അധ്യാരോപത്തിൽ പറയുന്നത് പോലെ ഉണ്ടായിട്ടുള്ളതും അല്ല, ഉണ്ടാകാത്ത വസ്തു തന്നെയാണ്. ആയതിനാൽ അതിൻ്റെ നാശത്തെപ്പറ്റി പറയുന്നതും നിരർത്ഥകമാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.